ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ 31-ാം തീയതി ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് പോവുകയാണേ. വേറെ എവിടേക്കും അല്ല, നമ്മുടെ ലണ്ടൻ ഐയിൽ കുറച്ച് ഫയർ വർക്ക്സ് നടക്കാറുണ്ട് എല്ലാ വർഷവും. ഞങ്ങൾക്കൊരു ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നാട്ടിലെ ഉത്സവങ്ങളൊക്കെ മിസ് ചെയ്യുന്നത് കൊണ്ടും പെരുന്നാളുകളൊക്കെ മിസ് ചെയ്യുന്നതുകൊണ്ടും ഞങ്ങൾ എല്ലാ വർഷവും ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി പോവാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് വരാറുണ്ട്. അവരിപ്പോൾ ഈ വർഷം വന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള വേറെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവരെല്ലാവരും ഇപ്രാവശ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെയും അയൽവക്കക്കാരാണ്, ഇവിടത്തെയും അയൽവക്കക്കാരാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് ഫയർ വർക്ക്സ് കണ്ടിട്ട് വരാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ട്രെയിനിനാണ് പോയത്. ട്രെയിനിന് പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് റെഡ് സോണിലായിരുന്നു. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 10:30 ആയപ്പോൾ ചെന്നു. പക്ഷെ 12 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് ചുമ്മാ ഒരു സൈഡിലേക്ക് മാറി അങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല നല്ല ക്രൗഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. നല്ല തണുപ്പുമായിരുന്നു. അങ്ങനെ പോയി അവിടെ ചെന്ന് 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ഫയർ വർക്ക്സൊക്കെ. നമുക്ക് നാട്ടിലൊരു ഉത്സവം പോലെയൊക്കെയുള്ളൊരു ഫീലാണ് നമുക്ക് തോന്നണത്. നല്ല കുറേ പടക്കമൊക്കെ പൊട്ടുമ്പോൾ ഒരു രസം, കുറച്ച് ബഹളം. ഇതൊരു 12 വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടാവത്തില്ല. 12 മണി തൊട്ട് 12 ആയപ്പോൾ കറക്റ്റ് സ്റ്റോപ്പായി. ആ ഒരു 10-12 മിനിറ്റിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 2-3 ദിവസത്തെ ഒരുക്കമായിരുന്നു ടിക്കറ്റ് എടുക്കൽ. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുക, ഒരു 2-3 മണിക്കൂർ മുന്നേ അവിടെ പോയി നിൽക്കുക, ഇതൊക്കെ ഇത്രയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആ ധൃതി പിടിച്ച് പോയത്. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടയൊക്കെ കൂടിയിട്ട് ഒരു പാർട്ടിക്ക് പോയി. അയ്യോ, എനിക്ക് പോയപ്പോഴത്തേക്കും ചേട്ടയ്ക്ക് ഇഷ്ടപ്പെടാതെ പോയത്. അപ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം എൻജോയ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ പോയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്, ഞെട്ടിപ്പോയി. ചേട്ടൻ സാധാരണ പാർട്ടിക്കൊക്കെ പോവാറുണ്ടെങ്കിലും ചേട്ടൻ അങ്ങനെ സൈഡിലൊക്കെ നിൽക്കും. അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കുമോ അല്ലെങ്കിൽ തുള്ളുവോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം ചെറുതായിട്ടൊക്കെ 2-3 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾ എത്ര വലിയ പാർട്ടിക്ക് പോയിട്ടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം. നമ്മുടെ ഫാമിലി പ്രോഗ്രാംസിനാണെങ്കിലും ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇത്രയും ആൾ എൻജോയ് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇതൊന്ന് വീഡിയോ ആയിട്ട് ഇട്ടേക്കാലോ എന്ന് ഓർത്ത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഷെയർ ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പം കൂടെ പോയ ചേട്ടനൊക്കെ എന്നോട് പറയുമായിരുന്നു, ന്യൂ ഇയർ ഈ വർഷത്തെ ആയിരുന്നു സെബാൻ ഏറ്റവും അടിപൊളി. കാരണം അത്ര നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തുവാ, ഞാനും ഞെട്ടിപ്പോയി. ഡാൻസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഡാൻസ്. അയ്യോ കൊള്ളാം. എന്തായാലും ഈ വർഷം ഇതുപോലെ അടിച്ചുപൊളിച്ച് എൻ്റെ ചേട്ടാ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്, എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനപ്പോൾ പറയാം, പെൺപിള്ളേരൊക്കെ ആയിട്ടാണ് ഡാൻസ് കളിക്കണേ. ഞാനപ്പോൾ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ കൂടെ പോലും ഇങ്ങനെ കളിച്ചിട്ടില്ല ഇതുവരെയിട്ടും. എന്നിട്ട് ഞാനില്ലാത്ത സമയം നോക്കി അവിടെ പോയി ഡാൻസൊക്കെ കളിക്കുമായിരുന്നു എന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യം വേറെ ഒന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാർട്ടിക്കൊക്കെ പോയിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് പബ്ബിലൊക്കെ പോയി പാർട്ടിയൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പുള്ളിക്ക് ഇപ്പം ഞാൻ കൂടെ ഉള്ളപ്പോൾ എന്നെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അത്രയും എന്താ കൂളായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിന്നിട്ട് ആൾക്കൊരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവിടെ ഇന്നലെ ഒറ്റയ്ക്ക് പോയപ്പോഴത്തേക്കും അത് പുള്ളിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. മീൻസ് ഞാനില്ലാത്തതല്ല, പക്ഷേ അവിടെ എന്നെ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പുള്ളീനെ മാത്രം പുള്ളിക്ക് കെയർ ചെയ്താൽ മതി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെ അതുമല്ല, ആ ഒരു വൈബ്. പാട്ടെന്ന് പറയുന്ന മലയാളം തമിഴ് മൂവീസിലെ പാട്ടൊക്കെ ആയിരുന്നു കൂടുതലെന്ന് പറഞ്ഞ്. ഒരു അതായത് സൗത്ത് ഇന്ത്യൻ പാർട്ടി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതിൽ പുള്ളി പറയുന്ന ഒരു വൈബായിപ്പോയി, അടിപൊളിയായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്ത്. ഞാനപ്പോൾ പറഞ്ഞു, അയ്യോ ഇത് നേരത്തെ പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്യുമായിരുന്നല്ലോ. കാരണം പോയപ്പോഴത്തേക്കും ഇഷ്ടപ്പെടാതെ പോയത് കൊണ്ട് എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം എൻജോയ് ചെയ്യുമോ, ന്യൂ ഇയർ കൊളായോ എന്ന്. കാരണം ആൽവിൻ ചേട്ടൻ നിർബന്ധിച്ചിട്ട് ആണ് പോയത്, അത്ര ഇഷ്ടമില്ലാണ്ട് പോയതാണ്. പക്ഷെ ഇത്ര എൻജോയ് ചെയ്യുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല.
എന്നാലും ഇത് കാണാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് കണ്ടപ്പോൾ ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും സന്തോഷമായി കാണും. കാരണം ചേട്ടനാ. പക്ഷെ ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു കേട്ടോ, എന്താ സെൽവം കളിക്കും, ഡാൻസൊക്കെ കളിക്കും, പക്ഷേ അതത്ര ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നിടത്ത് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ഇത്ര ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കുമെന്നുള്ള എനിക്കറിയത്തില്ലായിരുന്നു. 5-8 വർഷമായി, കൂടെ 5-6 വർഷമായിട്ട് പരിചയം ഉണ്ടെങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.